നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. രാജ്യമൊട്ടാകെ ടോൾ പ്ലാസകളിൽ യാത്ര ചെയ്യുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ടോൾ പ്ലാസകളിൽ പണമടയ്ക്കുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ വരാനിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾ അറിയാതെ പോയാൽ അധിക പണം നൽകേണ്ടി വരാനും സാധ്യതയുണ്ട്. അതിനാൽ ഈ വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ച് കാണുക. ഇനി മുതൽ രാജ്യത്തെ ടോൾ പ്ലാസകളിലും പണം നേരിട്ട് നൽകുന്ന സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കാനാണ് തീരുമാനം. ഫാസ്ടാഗ് ഇല്ലെങ്കിൽ ഇനി UPI വഴി മാത്രമേ ടോൾ പണമടയ്ക്കാൻ സാധിക്കൂ. അതായത് വാഹനങ്ങളിൽ ഫാസ്ടാഗ് ഇല്ലാത്തവർ ടോൾ പ്ലാസയിലെ പ്രത്യേക UPI ലൈനിലൂടെ പണമടയ്ക്കേണ്ടി വരും. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഫാസ്ടാഗ് ഇല്ലാത്ത UPI വഴി പണമടയ്ക്കുന്നവർക്ക് സാധാരണ ടോൾ നിരക്കിന്റെ 1.25 മടങ്ങ് അധികം നൽകേണ്ടി വരും. അതുകൊണ്ട് ഫാസ്ടാഗ് ഉപയോഗിക്കുന്നവർക്ക് ചെലവ് കുറയും. ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് സാധാരണ ടോൾ നിരക്കിന്റെ 1.25 മടങ്ങ് അധികം നൽകേണ്ടി വരും. അതുകൊണ്ട് ഫാസ്ടാഗ് ഉപയോഗിക്കുന്നവർക്ക് ചെലവ് കുറയും, ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് അധിക ചെലവ് വരും എന്നതാണ് ഈ പുതിയ സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇനി ടോൾ പ്ലാസകളിൽ 2 ക്യൂ സംവിധാനങ്ങളായിരിക്കും ഉണ്ടാകുക. ഒന്ന് ഫാസ്ടാഗ് ഉള്ള വാഹനങ്ങൾക്ക്, മറ്റൊന്ന് UPI വഴി പണമടയ്ക്കുന്ന വാഹനങ്ങൾക്ക് എന്ന 2 രീതിയിൽ. ഈ പുതിയ സംവിധാനത്തിന്റെ ഭാഗമായി ടോൾ പ്ലാസകളിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് സർക്കാർ തീരുമാനം. UPI വഴി പണമടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കുന്നതും അധികൃതർ പരിഗണിക്കുന്നുണ്ട്. നിലവിൽ ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഒരു വാഹന പാസ് എടുക്കുന്നതിനുള്ള ചില ചെലവുകളും പരിഗണനയിലുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 50 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന പ്രത്യേക പദ്ധതികളും ചർച്ചയിലുണ്ട്. അതിനാൽ നിങ്ങൾ സ്ഥിരമായി ദേശീയപാതകളിലൂടെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ ഫാസ്ടാഗ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഇല്ലെങ്കിൽ ഭാവിയിൽ കൂടുതൽ ടോൾ തുക നൽകേണ്ടി വരാൻ സാധ്യതയുണ്ട്. ഈ വിവരം ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.